നമസ്കാരം. പശ്ചിമേഷ്യനാകാശത്ത് ഇപ്പോഴും പൊടിപടലങ്ങൾ പൂർണ്ണമായി അടങ്ങിയിട്ടില്ല. മിസൈലുകളുടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ടാകാം, പക്ഷേ അവശേഷിക്കുന്ന ഭീതിയും അവിശ്വാസവും അതേ ശക്തിയോടെ നിലനിൽക്കുന്നു. അത്തരമൊരു ഘട്ടത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സമാധാന ധാരണ അടുത്തെത്തിയെന്നും സാഹചര്യം നിയന്ത്രണ വിധേയമാവുകയാണെന്നും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനുമേൽ സമ്പൂർണ്ണ വിജയം പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചാണ് ട്രംപിന്റെ പ്രതികരണം. സൗത്ത് കാറോലിന സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇറാന്റെ ഭാഗത്ത് നിന്ന് വളരെ അനുകൂലമായ പ്രതികരണമാണ് ചർച്ചകളിൽ ലഭിച്ചിരിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഞങ്ങൾ ഇപ്പോൾ ചർച്ചകൾ നടത്തി വരികയാണ്. അവർക്ക് നല്ലൊരു കരാറിലെത്താൻ താല്പര്യമുണ്ട്. ഞങ്ങൾക്കെല്ലാം നൽകാൻ അവർ തയ്യാറാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് സമ്മതിക്കാനും അവർ തയ്യാറായിട്ടുണ്ട് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ചർച്ച വിജയകരമായി പൂർത്തിയാകുന്നതോടെ അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ രാജ്യം പൂർണ്ണ വിജയം പ്രഖ്യാപിക്കുമെന്നും ഇതിനു പിന്നാലെ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുത്തനെ ഇടിയുമെന്നും ട്രംപ് പ്രവചിച്ചു. എന്നാൽ എങ്ങനെയാണ് വിജയം കൈവരിക്കുക എന്നതിനെ കുറിച്ചൊന്നും അദ്ദേഹം കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. എത്രയും വേഗം ഒരു കരാറിന് ഇറാൻ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് അവർ ശക്തരും അഭിമാനികളുമായ ജനതയാണെന്നും നിലവിൽ അവർക്ക് മറ്റു വഴികളില്ലാത്തതിനാലാണ് കഠിനമായ തീരുമാനങ്ങളിലേക്ക് കടക്കുന്നതെന്നും ട്രംപ് മറുപടി നൽകി. ഇതിന് അല്പസമയം എടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ വാദങ്ങൾ വെറും രാഷ്ട്രീയ പ്രസ്താവനകളായി മാത്രം തള്ളിക്കളയാനാവില്ല. സമീപ ദിവസങ്ങളിൽ ഇറാനും ഇസ്രയേലും പരസ്പര ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തയ്യാറായതായി ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. സംഘർഷം കൂടുതൽ വ്യാപിച്ചാൽ അതിന്റെ സാമ്പത്തിക പ്രത്യാഘാതം ലോകമെമ്പാടും അനുഭവിക്കേണ്ടി വരുമെന്ന ബോധ്യവും ഇരുപക്ഷത്തിനുമുണ്ട്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റിയ അനിശ്ചിതത്വം എണ്ണ വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ബാധിക്കുന്ന സാഹചര്യത്തിൽ സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ അനിവാര്യമായി മാറുകയാണ്. എന്നാൽ ട്രംപിന്റെ പ്രതീക്ഷകൾ പൂർണ്ണമായി യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടും പരസ്പര സംശയങ്ങൾ അവസാനിച്ചിട്ടില്ല. ലെബനനിലെ സംഭവ വികാസങ്ങളും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വീണ്ടും സംഘർഷത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. ഇറാൻ ഇതിനകം തന്നെ പുതിയ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇസ്രയേലും സുരക്ഷാ ഭീഷണികൾ ഉയർന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്ന നിലപാടിലാണ്. ചരിത്രം പഠിപ്പിക്കുന്നത് യുദ്ധങ്ങൾ അവസാനിക്കുന്നത് കരാറുകളിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ് എന്നാണ്. ഒപ്പിട്ട രേഖകൾക്ക് അതിർത്തികൾ കടക്കാം, പക്ഷേ അവിശ്വാസം മനുഷ്യരുടെ മനസ്സിൽ തുടരുമ്പോൾ സമാധാനം അസ്ഥിരമായി തീരും. ഇന്ന് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ശുഭപ്രതീക്ഷകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. എന്നാൽ അവ വിജയിക്കണമെങ്കിൽ അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങൾക്കും ഇറാന്റെയും ഇസ്രയേലിന്റെയും ആത്മസംയമനത്തിനും ഒരുപോലെ ശക്തി ഉണ്ടാകണം. യുദ്ധത്തിന്റെ തീ പൂർണ്ണമായി കെടുത്തിയോ എന്നത് ഇന്നും വ്യക്തമായിട്ടില്ല. പക്ഷെ ആ തീയിൽ നിന്ന് ഉയരുന്ന പുകമറയ്ക്കുള്ളിൽ ട്രംപ് കാണുന്ന സമാധാനത്തിന്റെ പ്രകാശം യാഥാർത്ഥ്യമാകുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രതീക്ഷയും ആശങ്കയും ഒരേ തുലാസിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങളാണ് ട്രംപിന്റെ വാദങ്ങൾക്ക് സത്യത്തിന്റെ മുദ്ര പതിപ്പിക്കുക.